സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഒരു മൊണ്ണാണെ അടിക്കാൻ നോക്കണം. സാഡിൽ വിട്ട് ട്രിക്ക് ഇറക്കാൻ പോകണം. നേരെ നമുക്കൊരു വൺ ടാപ്പിലോട്ട് പോകാം. വൺ ടാപ്പിൽ ഞാൻ ട്രൈ ചെയ്യാൻ നോക്കുകയാണ്. പക്ഷെ ആ മൊണ്ണ അവിടെ നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. പെട്ടെന്ന് അപ്പൂർവം എടുത്ത് എനിമി ഫ്ലാഷ് ഫ്രീസ് അറിയാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ സാരിയായിട്ട് അവിടെ തല അടിച്ച് പൊട്ടിച്ച് തല അടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് വെച്ച് മൂവ്മെൻ്റ് എടുത്ത് സാൻഡിയോ തിരിച്ചിട്ട് അപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് അപ്പൂർവം ചത്തിട്ടുണ്ട്. നമ്മൾ അപ്പൂർവനെ അപ്പൂന്നാണ് വിളിക്കുന്നത്. അപ്പി എത്തിയിട്ടുണ്ട്. അപ്പി എത്തപ്പോൾ നേരത്തെ ഹാൻഡിലായിട്ട് ഗുവാളിൻ്റെ കാർ തന്നെയാണ്. അവൻ എവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ എവിടെയാണ് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ നോക്കുന്നുണ്ടായിരുന്നു അവനാണ്. രണ്ട് സൈഡ് നോക്കിയിട്ടൊക്കെയാണ് പോകുന്നുണ്ട്. അവനെ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ സൗണ്ട് കേട്ടാണ് സ്പോട്ടും ചെയ്തത്. കയറി വന്നാൽ സൈഡിൽ കിടന്ന് എന്നിട്ട് വട്ടം കറക്കുമായിരുന്നു. ഇവൻ്റെ സൗണ്ട് ഞാൻ കേട്ടിട്ട് ഇവൻ സോൺ പോയി ഒരു ഡാമേജ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ലെഫ്റ്റിൽ കൂടെ വന്നപ്പോൾ തന്നെ ഇവൻ്റെ തലയാണ് അടിച്ച് പൊട്ടിച്ച്. ആ റൗണ്ടാണ് തീർന്നിട്ടുണ്ട്. ഇപ്പം നെക്സ്റ്റ് റൗണ്ടാണ്. അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന നമ്മളെ പോലുള്ള ചെറിയ യൂട്യൂബേഴ്സിനെ വളർത്താൻ നോക്കും. അപ്പോൾ സെക്കൻഡ് റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോഴും M18 റിസൾട്ട് കാണുന്ന പോലെ തന്നെ റൗണ്ട് ബിഗിനായി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അവിടെ ചിലപ്പോൾ സ്പോട്ടില്ല. അപ്പോൾ അവിടെ രണ്ടെണ്ണം ഓടിയിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരെണ്ണത്തിട്ട് തല അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഡെസേർട്ടിൽ. പിന്നെ രണ്ടാമത്തേനെ എടുക്കാമെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയപ്പോഴാണെങ്കിൽ അപ്പോൾ അവരോട് ഓൾറെഡി ഫൈറ്റ് സ്റ്റാർട്ടായി. ഒരു 32 കൊടുത്ത് ഒരു ഹെഡ് ഷോട്ടും കൊടുത്തു. അപ്പോഴത്തേക്ക് ഞാൻ അപ്പൂൻ്റെ സൈഡ് ഗുവായിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഞാൻ ഒന്ന് നോക്കാൻ ഒരു ബോഡി ഡാമേജിനാണ് എത്തിയത്. അപ്പോൾ ഈ റൗണ്ട് ഇവിടെ തീർന്നിട്ടുണ്ട്. ഇപ്പോൾ നെക്സ്റ്റ് റൗണ്ടായി. മൂന്നാമത്തെ റൗണ്ടാണ് കേസ് ഇപ്പോൾ കാണുന്നുകൊണ്ടിരിക്കുന്നത്. രണ്ട് റൗണ്ട് അമ്മയാണ് എൻ്റെ കൂയത്ത് ലീഡിലാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ നിൽക്കുന്നത്. അപ്പം ഇതേപോലുള്ള പുതിയ വീഡിയോസിനെ നമ്മൾ ലൈക്ക് ചെയ്യുക. ഇതേപോലെ നമ്മൾ നല്ല കൺവിൻസ് ആയിട്ട് നമ്മളിതിന് മരുന്നായിരിക്കും. അപ്പം ആ മൊണ്ണയാണെങ്കിൽ എടുത്തിരിക്കുന്ന ഏഴോടി കഴിക്കുക. എന്ത് കോമ്പിനേഷനാണ് എനിക്ക് മനസ്സിലായില്ല. ഞാൻ മേളിൽ ഇങ്ങനെ നോക്കിയാണോ കാണുന്നില്ല. അപ്പം തന്നെ ഏഴോടിക്ക് പറഞ്ഞ് കൊടുത്താൽ പോയി. ആ ഗ്ലൂട്ടോടെ കാർ അടിച്ചിട്ടുണ്ട്. ഫ്ലാഷ് ഫ്രീസ് അറിയാൻ നോക്കി. പക്ഷെ നടന്നില്ല. നടന്നു എന്തോ നടന്നത്. അപ്പോൾ തന്നെ ഫ്ലാഷ് ഫ്രീസിൻ്റെ ഡാമേജ് കയറി വന്നിട്ട് തന്നെ എയർബേറ്റിന് തീർത്ത് മറ്റേ AW കൊണ്ടെടുത്ത് ആ റൗണ്ട് നമ്മൾ വിക്ടറിയാണ് 3-0. നിങ്ങൾക്ക് എൻ്റെ AW സ്കിൽസാണ് പൊട്ട സ്കിൽസായിട്ടൊക്കെ തോന്നും. ഞാൻ AW പ്ലെയറല്ല. പക്ഷെ അപ്പോൾ നല്ലൊരു AW പ്ലെയറാണ്. എൻ്റെ AW സ്നൈപ്പറൊക്കെ കിട്ടി ഞാൻ നന്നായിട്ട് കളിക്കും. അപ്പോൾ നമ്മൾ അടുത്ത റൗണ്ട് എത്തി. അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഞാൻ സാൻഡി വിട്ടങ്ങ് കയറി. ഒരു പ്രശ്നം വന്ന മതിയാന്ന് പറഞ്ഞാണ് സാൻഡി വിടുന്നത്. ഒരു ഷോട്ടോടെ വന്നത് നടന്നില്ല. അപ്പം തന്നെ എനിക്ക് നല്ല ഡാമേജ് കിട്ടി. ഞാൻ സാൻഡി വിട്ട് ബാക്ക് വരുന്നു. ബെഡ് അടിക്കാൻ നോക്കാം. അപ്പോഴാണ് അപ്പോൾ അവരെ ഒറ്റയ്ക്ക് ഫൈറ്റ് എടുക്കുന്നത്. സപ്പോർട്ട് എടുക്കാന്ന് പറഞ്ഞാൽ AW വെച്ച് നോക്കി. പക്ഷെ കാണുന്നില്ല. അവരെ ഗ്ലൂവാളിൻ്റെ ബാക്ക് വന്നു. അപ്പോഴത്തേക്ക് അപ്പൂനെ തീർന്നു. അപ്പോൾ ഞാൻ അറിയാൻ സാൻഡിയെ വിട്ടു. അറിയാനാണോ സാൻഡിയെ ഇട്ടത്. 150 കൊടുത്തത് ഫ്ലാഷ് ഫ്രീസ് ഞാൻ എടുക്കാൻ നോക്കിയതാണ്. ഫ്ലാഷ് ഫ്രീസ് എടുക്കാന്ന് പറഞ്ഞാൽ ഫ്ലാഷ് ഫ്രീസ് എറിഞ്ഞു. പക്ഷെ നടന്നില്ല. എൻ്റെ ഫ്ലാഷ് ഫ്രീസിൻ്റെ ത്രോയിങ് സ്കിൽസ് എനിക്ക് ബാഡാണ്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നൈസിനോട് ആയിരുന്നു 2 മെഡിക്കറ്റ് അടിച്ചു. മെഡിക്കറ്റ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അവരെ സ്പോട്ട് ചെയ്യാൻ നോക്കി. വെച്ചിട്ട് ഫ്ലാഷ് ബാങ്ക് അറിയാമെന്ന് പറഞ്ഞൊരു ഫ്ലാഷ് ബാങ്ക് ഇറങ്ങി. ഈ ഫ്ലാഷ് ബാങ്ക് ഇപ്പോൾ ഇറങ്ങി. ഇപ്പോൾ അവൻ ആ സൈഡിലായിരുന്നു. ആ ഫ്ലാഷ് ബാങ്കിന് ഇപ്പോൾ ഡാമേജ് വന്നേനും. അപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലാക്കാൻ പറ്റിയില്ല അവൻ അവിടെ അവളെയാണ്. പക്ഷേ അവൻ അവിടെ ഇല്ലായിരുന്നു. ഞാൻ വിചാരിച്ചപ്പോൾ ആ സൈഡിൽ കൂടെ കയറാം. ആ സൈഡിൽ കൂടെ പോയാൽ സർപ്രൈസ് അറ്റാക്ക് കൊടുക്കാന്ന് പറയും. എന്നാലും ഇനി അവൻ അവിടെ വന്നാലോ എന്ന് പറഞ്ഞ് ഞാൻ സാധ്യത വിട്ട് കയറിയിട്ടുണ്ട്. കയറിയപ്പോഴാണ് ഇവിടെ അവനെ കാണുന്നില്ല. അപ്പം ഇതുവഴി വന്നിട്ടില്ല. അപ്പം ഞാൻ ശ്രദ്ധിക്കുക എൻ്റെ സാധ്യത പൊട്ടിച്ച് AK വെച്ച് കൊടുക്കാൻ നോക്കി. പക്ഷെ അവൻ എൻ്റെ വെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് എയർബ്ലേറ്റിനെ അവൻ ഷൂട്ട് ചെയ്തു. ഞാൻ AK വെച്ച് കൊടുക്കാൻ നോക്കിയതിൻ്റെ കാരണം നേരത്തെ അവൻ ബുക്കുമായിട്ട് എല്ലാവരും ഫൈറ്റ് എടുത്തപ്പോൾ അവൻ്റെ AW സ്കിൽസ് ഒട്ടും ഇല്ലാന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവനുള്ള എയിം ഉണ്ടായിരുന്നു. അപ്പം ഞാനും അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൻ അങ്ങനെ ചിന്തിക്കണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എനിക്ക് രണ്ടുപേർക്കും നല്ല ദേഷ്യം വന്നു. കാരണം അവന്മാരെ മുട്ടയ്ക്ക് പൊട്ടിക്കണമെന്ന് ഞങ്ങൾക്ക് ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ M590 എടുത്തു. ഞങ്ങൾ രണ്ടുപേരും ഇത് അത്യാവശ്യം നല്ലതാണ്. വൺ ടാപ്പ് സ്കിൽ ചെയ്യുന്നത് രണ്ടുപേരും അത്യാവശ്യം നല്ലതാണ്. ഞങ്ങൾ കീഴി എപ്പോഴാണ് അടുത്ത് ഊക്കം വിട്ട് വന്നത്. അപ്പം തന്നെ അവൻ്റെ തല അടിച്ച് പൊട്ടിച്ച് അവനെ സോണിയാക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഷോട്ട് കൂടെ കൊടുത്തു. അപ്പോഴാണെങ്കിൽ പുറകിൽ നടി കിട്ടിയത്. അപ്പോൾ അവനെ എടുക്കാമെന്ന് പറഞ്ഞ് കയറിയിട്ടുണ്ട്. ഞാനും കൂടെ കയറി സപ്പോർട്ടിനായിട്ട്. എന്നിട്ട് അവൻ്റെ ഒരു അടി കൊടുക്കാൻ നോക്കി. പക്ഷെ കൊണ്ടില്ല. ഗൂഗിൾ കവർ ചെയ്തില്ല. നല്ല വിറ്റ് കിട്ടിയായിരുന്നു. ഉദ്ദേശിക്കില്ല. അപ്പം അപ്പോൾ അവനെ എടുക്കാമെന്ന് പറഞ്ഞാൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ റൗണ്ട് നമ്മൾ ഇത്ര അടിച്ച് 4-1 ലീഡ് വയ്ക്കുകയാണ്. അടുത്ത റൗണ്ടിലോട്ട് പോവാം. അടുത്ത റൗണ്ട് ഈ 2 റൗണ്ട് ഞങ്ങൾക്ക് നല്ല വീശിയായിരുന്നു. നമ്മൾ ഒരു റൗണ്ട് എടുത്തല്ലോ എന്ന് പറയും. അത് ഞങ്ങൾക്ക് ഇങ്ങനെ മുട്ടയ്ക്ക് പൊട്ടിക്കണമെന്നായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് എനിക്ക് ഫസ്റ്റ് മുട്ടയ്ക്ക് അപ്പുറത്തോളം വരെ പൊട്ടിക്കണം ഞങ്ങൾക്ക് ഒരു വാശിയുണ്ട്. ആ വാശിയുടെ പുറത്ത് ഞങ്ങൾ വീശും കയറിയാണ്. വന്നപ്പോൾ തന്നെ സാൻഡിൽ വിട്ട് ഷോട്ടും കൊടുത്തു.
ചോദിച്ചു ഞാൻ തല മേടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പം അപ്പു പറഞ്ഞ മറ്റേതിന് അവന് വേണം. ഞാനറിയാം സാൻഡ്രി വിട്ടപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നു. അറിയാമല്ലോ മലപ്പുറം വിട്ടാണ്, പക്ഷെ അവനവിടെ ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ തന്നെ ബ്ലൂട്ട് വേറെടുത്ത് അപ്പുഴ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ കളി ബുയ്യ അടിച്ചിരിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന വരെ എല്ലാവർക്കും ബൈ.